ഫലസ്തീൻ എന്ന രാജ്യത്ത് പണ്ട് യാക്കൂബ് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാഹുവിൻ്റെ ദൂതനായിരുന്നു. അദ്ദേഹത്തിന് ഇസ്രായേൽ എന്നും പേരുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരക്കുട്ടിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ പുത്രൻ. യാക്കൂബ് നബി അലൈഹിസ്സലാമയ്ക്ക് 12 മക്കളുണ്ടായിരുന്നു. അവരിൽ യൂസുഫിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. അതിനാൽ മറ്റു മക്കൾക്ക് യൂസുഫിനോട് അസൂയ തോന്നി. ഒരിക്കൽ മൂത്ത സഹോദരന്മാർ സൂത്രം ഉപയോഗിച്ച് യൂസുഫിനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. എല്ലാവരും കളിക്കാൻ എന്ന മുഖേന യൂസുഫിനെ കൂട്ടി ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉപ്പയോട് പറയുന്ന മറ്റു സഹോദരന്മാർ പറഞ്ഞപ്പോൾ യൂസുഫിൻ്റെ കുപ്പായം അഴിച്ചു മാറ്റി അതിൽ കറ ഉണ്ടാക്കി. എന്നിട്ട് ഉപ്പാടെ അടുത്ത് പോയിട്ട് മകൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. യൂസുഫിനെ കാണാതെ യാക്കൂബ് നബി അലൈഹിസ്സലാം വലിയ സങ്കടത്തിലായി. സഹോദരന്മാർ പറഞ്ഞത് യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്നാണ്. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായതുമില്ല. മറഞ്ഞ കാര്യം അല്ലാഹുവിന് മാത്രമല്ലേ അറിയൂ. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്തോ സൂത്രം ഉപയോഗിച്ചതാണ്. എന്നാൽ ഞാൻ ക്ഷമിക്കുകയാണ്. അല്ലാഹു എന്നെ സഹായിക്കും. യാക്കൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം ദുഃഖിച്ചും സങ്കടപ്പെട്ടും കഴിഞ്ഞുകൂടി. കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉപ്പ, നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീരെ അവശനായി പോവും. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വേവലാതിയും വ്യസനവും അല്ലാഹുവിനോട് മാത്രമേ ബോധിപ്പിക്കുന്നു. അങ്ങനെ യാക്കൂബ് നബി കരഞ്ഞുകൊണ്ടേ കാലം കഴിച്ചുകൂട്ടി. യൂസുഫ് നബിയെ സഹോദരന്മാർ കിണറ്റിൽ എറിഞ്ഞ അതിനുശേഷം അതുവഴി കടന്നുപോയ കച്ചവടക്കാർ കിണറ്റിൽ നിന്ന് യൂസുഫിനെ കണ്ടെടുത്തു. അവർ അവനെ ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റു. ഈജിപ്തിലെ ഒരു മന്ത്രിയാണ് യൂസുഫിനെ വാങ്ങിയത്. മക്കളില്ലാതിരുന്ന അദ്ദേഹവും ഭാര്യയും യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മകനെപ്പോലെ വളർത്തി. യുവാവായ യൂസുഫ് അതിസുന്ദരനായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു. ഒരിക്കൽ ആ വീട്ടുകാരി യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അല്ലാഹുവിനോടുള്ള ഭക്തി നിമിത്തം യൂസുഫ് അലൈഹിസ്സലാം വഴങ്ങിയില്ല. അവർ കുതന്ത്രം പ്രയോഗിച്ച് യൂസുഫ് അലൈഹിസ്സലാമിയെ ജയിലിൽ അടച്ചു. കുറച്ചു കാലം യൂസുഫ് അലൈഹിസ്സലാം ജയിലിലായി. ജയിലിൽ യൂസുഫ് അലൈഹിസ്സലാമിന് 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം അവർ 2 പേരും ഓരോ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ ആശയം യൂസുഫ് അലൈഹിസ്സലാം അവർക്ക് പറഞ്ഞുകൊടുത്തു. അത് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ അറിവായിരുന്നു. സ്വപ്നത്തിൻ്റെ ആശയം വിശദീകരിക്കുന്നതിനിടയിൽ അദ്ദേഹം ആ കൂട്ടുകാരോട് ചോദിച്ചു, കൂട്ടുകാരെ, ഏകനായ അല്ലാഹുവാണോ അതോ വ്യത്യസ്തമായ ആരാധ്യരാണോ ഉത്തമം? നിങ്ങൾ ആരാധിക്കുന്നവ നിങ്ങൾ നൽകിയ ചില പേരുകൾ മാത്രമല്ലേ? അല്ലാഹുവിനെ അല്ലാതെ ആരെയും ആരാധിക്കരുത്. അല്പകാലം കഴിഞ്ഞു. അതിനിടയിൽ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. കണ്ട സ്വപ്നത്തിൻ്റെ ആശയം യൂസുഫ് അലൈഹിസ്സലാം ആ രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. തടിച്ചു കൊഴുത്ത 7 പശുക്കൾ, മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ അവയെ തിന്നുന്നു. 7 പച്ചക്കുതിരകൾ, 7 ഉണങ്ങിയ കുതിരകൾ. ഇതായിരുന്നു ഈജിപ്തിലെ രാജാവ് കണ്ട വിചിത്രമായ സ്വപ്നം. ഈ സ്വപ്നത്തിൽ ഏതോ മഹത്തായ സന്ദേശം അടങ്ങിയിരിക്കുന്നുവെന്ന് രാജാവിന് തോന്നി. സ്വപ്നത്തിൻ്റെ അർത്ഥം തേടി രാജ്യത്തെ പണ്ഡിതന്മാരെ മുഴുവൻ സമീപിച്ചു. അവർക്കൊന്നും അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ, അതിൻ്റെ വ്യാഖ്യാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാം ഈ സ്വപ്ന വിവരം അറിഞ്ഞു. അദ്ദേഹം ആ സ്വപ്നത്തിൻ്റെ ആശയം പറഞ്ഞുകൊടുത്തു. ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം.
7 വർഷം തുടർച്ചയായി കൃഷി ചെയ്യും. കൊയ്തെടുത്ത ധാന്യങ്ങൾ അത്യാവശ്യം കഴിഞ്ഞുള്ളത് കതിരിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. അതിനുശേഷം പ്രയാസകരമായ 7 വർഷങ്ങൾ വരും. മുൻകൂട്ടി കതിരിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ആ ക്ഷാമകാലത്ത് തിന്നു തീർക്കും. രാജാവിൻ്റെ സ്വപ്നത്തിന് യൂസുഫ് അലൈഹിസ്സലാം നൽകിയ വിശദീകരണം ഇതായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞുകൊടുത്ത ആ സംഗതി അങ്ങനെ തന്നെ സംഭവിച്ചു. സ്വപ്നവ്യാഖ്യാനത്തിലുള്ള അറിവ് യൂസുഫ് നബി അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്തായിരുന്നു. സ്വപ്നത്തിൻ്റെ ആശയം യൂസുഫ് അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തു. അക്കാരണത്താൽ യൂസുഫ് അലൈഹിസ്സലാമയെ ജയിൽ മോചിതനായി. രാജാവിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം യൂസുഫ് അലൈഹിസ്സലാമിനെ തൻ്റെ രാജ്യത്തിൻ്റെ ഭക്ഷ്യമന്ത്രിയാക്കി. അൽഹംദുലില്ലാഹ്, കാലം കുറച്ചുകൂടി കഴിഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ജന്മനാടായ ഫലസ്തീനിൽ കടുത്ത വരൾച്ചയുണ്ടായി. ഭക്ഷണ വസ്തുക്കളെല്ലാം തീർന്നു. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാർ ഭക്ഷണത്തിനായി ഈജിപ്തിലേക്ക് വന്നു. അവിടെ ധാരാളം ഭക്ഷണ സാധനങ്ങളുണ്ടായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാം സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. അവസാനം അവർ പരിചയപ്പെട്ടു. എനിക്ക് നിങ്ങളോട് യാതൊരു പ്രതികാരമോ വിദ്വേഷമോ ഇല്ല, യൂസുഫ് അലൈഹിസ്സലാം സഹോദരന്മാരോട് പറഞ്ഞു. യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് യാക്കൂബ് അലൈഹിസ്സലാം നബിയും കുടുംബവും ഈജിപ്തിലെത്തി യൂസുഫ് അലൈഹിസ്സലാമിനോടൊപ്പം ചേർന്നു. ഇതോടെ യൂസുഫ് നബി ചെറുപ്പത്തിൽ കണ്ട ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുകയായിരുന്നു. യൂസുഫ് നബി ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു. അത് തൻ്റെ പിതാവിനോട് വന്നു പറഞ്ഞു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തൻ്റെ മുന്നിൽ, യൂസുഫിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നതായിട്ടായിരുന്നു ആ സ്വപ്നം. ഇപ്പോഴിതാ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും യാക്കൂബ് നബിയും 11 മക്കളും തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. കുട്ടിയായിരുന്നു യൂസുഫ് സ്വപ്നം കണ്ടത്. യൂസുഫ് ഈ വിവരം ഉപ്പയോട് പറഞ്ഞു. ഈ സ്വപ്ന വിവരം നീ ആരോടും പറയരുതെന്നായിരുന്നു ഉപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശം. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയും ഉമ്മയും 11 സഹോദരന്മാരും ഈജിപ്തിൽ താമസമാക്കി. പിന്നീട് ഈജിപ്തിൽ വളർന്നു വന്ന ഇസ്രായേൽ വംശത്തിൻ്റെ തുടക്കം ഇതായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇസ്രായേൽ എന്ന പേരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.